രാത്രി മഴ. ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. മഴയാണല്ലോ രാവിലെ. കൊട എടുക്ക, പാലെടുത്തോണ്ട് പറഞ്ഞേ. പിന്നെ ആ സാധനം മറക്കരുത്. ID കാർഡില്ലേ? നോക്കണേ എന്താണ്. വെള്ളം കൊണ്ടുപോയാൽ അപ്പം ചിലപ്പം വെള്ളം കൊണ്ടുപോകാവോ? മറക്കരുതേ, ധനായിലിരിപ്പണ്ടേ. ടൈറ്റാൻ്റെ ആണേ, ടൈറ്റാൻ. എല്ലാവർക്കും അങ്ങ് ദേഷ്യമാണ്. വീട്ടിൽ ഇരിക്കുന്നവർക്ക്, പോകുന്നവർക്ക് ഭയങ്കര ദേഷ്യം. വീട്ടിൽ ഇരിക്കുന്നവർ പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ. ഇല്ല ഇല്ല.
ബംഗാളി പൊറോട്ട ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. മഴയാണല്ലോ രാവിലെ. കറക്റ്റ് സമയത്ത് വെയിൽ. അന്നേരം പിന്നെ മഴ കുറഞ്ഞ്. രാവിലെ തൊട്ട് മഴയാ, മഴയോട് മഴ. ഇന്ന് രാവിലെ മുതൽ വന്നപ്പോൾ തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴയാണ്. ഓർന്നിട്ടില്ല, നല്ല മഴയാണ്. മഴയൊക്കെ വെളിയിലെ പണി തുടങ്ങിയപ്പോൾ മഴയുണ്ട്. എനിക്കൊരു ബർത്ത്ഡേ ആയിട്ട് ആരാണ് അയച്ചതെന്നൊന്നും അറിയത്തില്ല. ഇവിടെ അടുത്ത് ടൗൺ ബേക്കറിയിൽ നിന്ന് വന്നതാണ്. എന്താ സംഭവം എന്ന് അറിയത്തില്ല, ആരാ അയച്ചതെന്നൊന്നും അറിയത്തില്ല. എന്താണ് മഷ്റൂം ബിരിയാണി ആരയച്ച്? മഷ്റൂം ബിരിയാണി 2 എണ്ണം, പിന്നെ കേക്ക്. ഇതിപ്പോൾ ആരയക്കാതിരിക്കുന്നത് ഇവിടെ? എൻ്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞ ആരോ സർപ്രൈസ് തന്നതാണ്. നോക്ക്, ഹാപ്പി ബർത്ത്ഡേ ജയമ്മ. അതാരാ? നാരായണിയാണോ? എന്താണ് സംഭവം? അയ്യോവേ, എനിക്ക് വയ്യ. ആരാണപ്പാ? വെയിലാണേ, വെയില്. നല്ല മഴയൊക്കെ വല്ല ചെകഞ്ഞൊക്കെ തിന്നാൻ നോക്ക്. ഇഷ്ടംപോലെ സാധനങ്ങൾ കാണും. ഇവിടെ ചക്ക വീണ് കിടപ്പുണ്ട്, ചെകഞ്ഞ് കഴിക്ക്. പിന്നെ ആ അടിപൊളി വെള്ളം കിടക്കുന്നുണ്ടോ അവിടുത്തെ കുളത്തില്?
ഇപ്പം നേരം കുറച്ച് തിളച്ചുമായിരുന്നു, പെട്ടെന്ന് ഒരു മഴ. കുറേ നേരം അങ്ങ് മഴ നിന്നങ്ങ് പെയ്യും നല്ല രീതിക്ക്. അത് കഴിഞ്ഞ് അങ്ങ് നിൽക്കും. എന്നിട്ട് കുറച്ച് നേരം പിന്നെ തെളിച്ച വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയൊക്കെ ആയിട്ടങ്ങ് പോകും. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ നിന്നങ്ങ് പെയ്യും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയല്ല. നമ്മളെ വീടിൻ്റെ കിച്ചണൊക്കെയാണ്, പക്ഷേ ഇതെല്ലാം ആ മൂടിയിട്ടേക്കൊണ്ടൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാത്ത. പെയിൻറ്റിങ് ഉള്ളതുകൊണ്ട് പെയിൻറ്റ് വീഴാതിരിക്കാൻ വേണ്ടി എല്ലാം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കും. എന്തരുള്ളേ പുളിയുള്ള സാധനമോ? ഇതൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്ന സ്നാക്സ് അല്ലേ അതൊക്കെ? അതുകൊണ്ട് നീ അവിടെ മര്യാദയ്ക്ക് ഇരുന്നേ. ഇവിടെ എന്നാ പാത്രമൊക്കെ ഇവിടെ എടുത്തിട്ടും കാര്യമില്ല. ഇങ്ങനെ വന്നേ. ഇത് തന്നെ പരിപാടി. ശാംഭവിക്ക് വന്നേ. അടുക്കളയിൽ അങ്ങനെ പല കാര്യങ്ങളും ഇരിക്കും. അങ്ങനെ കഴിച്ചാൽ ശരിയാവത്തില്ല. നിനക്ക് അങ്ങനെ കഴിക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തരാനല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് തീരുമ്പോ ശാംഭവി വടി എവിടെ ഇരിക്കുന്നേ? വടി എവിടെ ഇരിക്കുന്നേ? അവിടെ പോയിരുന്നേ. നീ ഇപ്പൊ എത്രാമത്തെ തവണ ഇത് കഴിക്കുന്നേ? അവിടെ പോയിരുന്നേ. ഇനി നാളെ തരാം. ഇനി നാളെ തരാം. ഒരു കപ്പ് ഓർത്തതുമില്ല കേട്ടോ. അങ്ങനെ കഴിക്കാൻ പാടില്ല. നിനക്ക് അറിയാമല്ലോ, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നേ. ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരുന്നാ മതിയോ? ചോദിക്കുന്നതിന് ഉത്തരം പറ. സ്കൂളിൽ പോവണ്ടേ ഇപ്പം? എപ്പോഴും വീട്ടിലിരുന്നാ മതിയോ? ചോദിക്കുന്നതിനല്ലേ മറുപടി. ആ എന്നാ പറ. ആ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ചോറിനെല്ലാം ഉണ്ട്, അതൊക്കെ മനസ്സിലായി. അതവിടെ വെക്ക്. ഞാൻ പറഞ്ഞിട്ട് വെച്ചാ മതി. ടി വി ഓഫ് ചെയ്തേ. കുറച്ച് നേരത്തേക്ക് ടി വി നാരായണി വന്നിട്ട് വെക്കാം. വെച്ച് ഓഫ് ചെയ്തേ. നാരായണി വന്നിട്ട് വെക്കാം. നാരായണി വന്നിട്ട് വെക്കാം. ഓഫ് ചെയ്യാ. ശാംഭവി ഓഫ് ചെയ്തേ. തലമുറകൾ മനസ്സിലായോ? തലമുറകൾ ഏതാണ് എഴുതിയേക്കുന്നത്? ഓഫ് ചെയ്തേനി. ഒന്നും വായിക്കുന്നില്ല. നിനക്ക് മുത്തിന്റെ അളിയൻസും കണ്ടുണ്ടാക്കി ഇരുന്നാച്ചാ മതിയോ? പറയുന്ന കേൾക്കുന്നുണ്ടോ? സ്കൂളിൽ പോകണ്ട നിനക്ക്? എനിക്കറിയത്തില്ല, ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. നിന്നെ പോലെ അത് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ കുറച്ചടങ്ങിക്കേ. ഞാൻ കണ്ടില്ല. എനിക്ക് തലമുറകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മതി. ആ അത് തന്നെ. അത് തന്നെ. ആ വായിച്ചപ്പോ പറഞ്ഞല്ലോ. ടി വി കാണുക എപ്പോഴും ഇത് തന്നെ പരിപാടിയല്ലേ? ഞാൻ എപ്പോ പറഞ്ഞാന്നറിയോ ഓഫ് ചെയ്യാനായിട്ട്? അപ്പൊ കിടന്നങ്ങോട്ട് കോറി പൊളിച്ച് കരഞ്ഞ് ചുമച്ച്. നല്ലുണ്ട ഡാൻസ്. ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചോണ്ട് വരുവോ നീ? അന്നാ മിണ്ടാതെ അവിടെ ഇരുന്നോ. സ്കൂളിൽ പഠിപ്പിച്ച എന്നാന്ന് പറഞ്ഞ അങ്ങോട്ട്. ഞാൻ അറിഞ്ഞല്ലോ പൂമ്പാറ്റയുടെ പാട്ടൊക്കെ പഠിപ്പിച്ചെന്ന്. എന്തുവായിരുന്നത്? പൂവില് എന്നായിരുന്നു? മറന്നുപോയി. പൂവില് എന്തോന്നാ? എന്നാ പൂമ്പാറ്റേന്നാ? സയുവിന്റെ അല്ല, നീ സ്കൂളിലെ കാര്യം പറ. സ്കൂളിലെ കാര്യം പറ. സ്കൂളിലെ കാര്യം പറ. എന്തുവാ?
പൂവിലുറങ്ങും പൂമ്പാറ്റയോ? അതല്ല സയ്യോടെ പറ. എടി എനിക്കറിയത്തില്ല സയ്യുവിന്റെ കേട്ടല്ലോ. അറിയത്തില്ലാത്ത കാര്യം ചോദിക്കല്ലോ. ആ നമ്മള് കണ്ടിങ്ങനെ വേറെ കണ്ടില്ല ഒരു ഡാൻസ്. സയ്യുവിന്റെ ഡാൻസ് ഇത് ചോദിച്ചോണ്ട് വരുമോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ചോദിച്ചതിന് മറുപടി പറ. ഇന്നലെ ടീച്ചർ പറഞ്ഞല്ലോ സ്കൂളിൽ ചെന്നപ്പോ പഠിപ്പിച്ചായിരുന്നെന്ന്. പൂവിലിറങ്ങും പൂമ്പാറ്റ. ആ അത് കഴിഞ്ഞ് പൂന്തൻ പൂന്തേൻ ഉറങ്ങും പൂമ്പാറ്റ. പൂന്താൻ ഉറങ്ങുമോ? പൂവിലിറങ്ങും പൂമ്പാറ്റ. ആ പൂന്തേനുണ്ണും പൂമ്പാറ്റ. പിന്നെയുണ്ടല്ലോ എന്നും പറഞ്ഞില്ല. വീട്ടിലിരുന്ന ഇതൊന്നും അറിയത്തില്ല. സ്കൂളിൽ പോണം. സ്കൂളിൽ പോണ എന്നാ ചെയ്യണം പറ. അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? ഏതേരം ടിവിയുടെ മുന്നിലും കയറി ഇരുന്നാല് ഇരിയല്ല കോഴിയാ. കോഴി എന്റെ പൊന്നോ നോക്കോണേ. എന്ത് എവിടെ ആയിരുന്നു നശിച്ചത്? ഇവിടെ എങ്ങാണ്ട് കയറി. എന്റെ ദൈവമേ, ഇതിനെ കൊണ്ട് ഒരു രക്ഷയില്ല. വരിക കണ്ടോ? ദാ നീ അതിനകത്ത് കയറി ഇരുന്നോട്ടോ. കോഴിയിലെ കൂടെ നടക്കുന്നത് നീ കണ്ടോ? ആ ആ ആ ആ പോ പോ പോ. നീ എൻ്റെ മണ്ട കയറി പോ. കോഴിയെ വളർത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ ഇവിടുത്തെ കോഴി എല്ലാം ഏത് നേരം നോക്കിയാൽ അടുക്കളയിലാണ്. ഓ പിന്നെ മഞ്ഞോ മഴയും തുടങ്ങി. കുറച്ച് നേരം വെളിയിൽ കൂടെ നടക്കാമെന്ന് വെച്ചപ്പോഴേക്കും കോഴി ഒന്ന് ഓടിച്ചുവിടാന്ന് വെച്ചപ്പോൾ അതേ മഴ തുടങ്ങി. അല്ലേ ഓടിച്ചോട്ടും കാര്യമൊന്നുമില്ല. നോക്കി ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി. ഇതിൻ്റെ മണ്ട കയറി എന്നാ കാണിച്ചാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ മണ്ട എന്തോ ഇരുന്നത് ഒന്നുമില്ല. പക്ഷെ എന്താന്ന് പറ. നാരായണി വരാറായിട്ടുണ്ട്. അന്നേരം ആ സമയത്ത് കറക്റ്റ് മഴയായിരിക്കും. സമയത്തറിയാം 4:49 ഇല്ല, വരാറായില്ല. എന്താ അവിടെ പരിപാടി? ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഇപ്പം TV വെക്കണ്ടെന്ന്. ഇപ്പം TV വെക്കണ്ട എന്തായാലും കേട്ടോ. അതല്ല സയ്യുവിന്റെ ഡാൻസ്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ട്? കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കേ. ബാ നമുക്ക് കിടക്കാം. ബാ നാരായണ ചേച്ചി വരട്ടെ. എന്നാൽ അതൊരു മാറി അങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ പാടിയിരുന്നു കേട്ടോ. ആ എന്നത് എന്നാ ചെല്ലാൻ? കുഞ്ചാക്കോനോ? അതേ കുഞ്ചാക്കോൻ. ചൊല്ലോ അതേതാ? പ്രേം പൂജാരി. പ്രേം പൂജാരി. മഞ്ഞുപോലെ 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 ആ മതി. ഏത് പാട്ട്? എന്റെ കുട്ടിക്കോറുമ്പോ എനിക്കിഷ്ടം. അങ്ങനല്ലേ? അത് കാണാക്കൺ അല്ലല്ല വേറെന്തോ. 5 ഫിംഗേഴ്സോ എന്തോ? ആ 5 ഫിംഗേഴ്സ്. ആ 5 ഫിംഗേഴ്സ് അല്ല 4 ഫിംഗേഴ്സ്. ചുമ്മാ അറിയത്തില്ലേ? അങ്ങ് കാറിയൊക്കെ വേണോ? ഞാൻ ജെമിനിയോ എന്ത് ചോദിച്ചാലും അങ്ങോട്ട് പറയാനായിട്ട്.
ചന്ദനമണി അതറിയാം ആ ചന്ദനമണിയൊക്കെ അറിയാം. ആ താളം അതേതാ പറയാ അത് ലാലേട്ടൻ്റെ ഒരു പാട്ട്. അത് ഞാൻ പറഞ്ഞു ഞാൻ ജെമിനി അല്ലാന്ന്. നല്ല പാട്ടാ, നല്ല പാട്ടാ. ഞാൻ പറയാം അറുപട്ടവും പിന്നെ മാധവനായിരുന്നു. അതന്നെ പിന്നെ മതിയോ? ചെല്ല ചെല്ല കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അല്ല, അതെ, പ്രേം പൂജാരി. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിനകത്ത് ഒരു പാട്ട് പാടിക്കേ. അതേത് പാട്ടാ? വിണ്ണിലെ പൊയ്കയിൽ. ജയറാവോ പിന്നെ മഞ്ജു വാര്യരും. ജയറാമും മഞ്ജു വാര്യരും. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്. എല്ലായിടത്തും അങ്ങ് മനസ്സിലാക്കി വെച്ചേക്ക കൊച്ചു കള്ള്. ഉടുപ്പ് പൊക്കരുത് താത്തിട്ടെ. ആ ഉടുപ്പലോ കൂടെ എന്നാ അടി ഇങ്ങനെ വീഴ്ചേക്കുന്നത്? ഇത് എടി അതല്ല, മേളിൽ കൂടെ എന്നായിരുന്നത്? എന്തോ കറയല്ലായിരുന്നോ? പുത്തൻ ഉടുപ്പല്ലായിരുന്നോ അത്? ശ്യാമളമ്മയുടെ ഡൈയോ എങ്ങാണ്ടോ അത്. ശ്യാമളമ്മ ഡൈ തേച്ചപ്പം ഹെയർ ഡൈ തേച്ചതാ ഉണ്ടോ? ഇതുകൊണ്ടല്ലേ അവളുടെ ഉടുപ്പ്. എന്നാ കരഞ്ഞോ കരഞ്ഞോ കരഞ്ഞോ, ഒരു കുഴപ്പമില്ല കരഞ്ഞാൽ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇച്ചിരി ഇത് കൂടുതലാ കേട്ടോ. മനപ്പൂർവ്വം അങ്ങനെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഇതൊക്കെ എൻ്റെ അടുത്തോളൂ ഭയങ്കരമായിട്ട് ഈ ഒരു ഇത്. നടക്കണോ? അപ്പൊ കേറിയിരിക്കും. ഉടുപ്പ് പോക്കാൻ പാടില്ല. നാണക്കേടെ ഉടുപ്പ് പോക്കിയായിരുന്നു. പോട്ടെ, അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. വേറെ പാടാ. എനിക്കറിയത്തില്ല, മോൻ പറഞ്ഞു. പമ്പരശ്ശേരി. ഏതാ പാട്ട്? അല്ല പടം ഹരികൃഷ്ണനോ? ഒന്നുമല്ല. ചിരിയോ ചിരി മറ്റേ എന്തുവാ ക്രോണിക് ബാച്ചിലർ. നമുക്ക് സിനിമയൊക്കെ അല്ലാതെ വേറെയും പറയണ്ടേ? നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? വി.ഡി. സതീശൻ. മിടുക്കൻ. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആരാ? ഷംസു. എന്ന് പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. അടിപൊളി. പിണറായി വിജയനല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ നരച്ച മുടിയൊക്കെ ഉള്ള, ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് ആരാണ്? മിടുക്കൻ. പിണറായി വിജയൻ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോഴല്ല. മിടുക്കി. PS എഴുതാൻ പോകുന്നുണ്ടോ? നമ്മൾ ഏത് ജില്ലക്കാരാ അത് പറ. നമ്മൾ ഏത് ജില്ലയിലാ? ഏത് ജില്ലയിലാ നമ്മളിപ്പം? ജില്ലയാണോ മോദി? നമ്മൾ ഏത് ജില്ലയിലാ? കേരളത്തിലെ ഏത് ജില്ലയിലാ നമ്മള്? കോട്ടയം. ഏത് ജില്ലക്കാരാ? കോട്ടയം. നമ്മുടെ പാലത്തിന്റെ അപ്പുറത്തൊരു ജില്ലയുണ്ട്, എന്നറിയാം, ഇടുക്കി. നമ്മൾ കോട്ടയത്തിന് ഇടുക്കിയിലും അതിർത്തിയിൽ നിൽക്കുകയാണ് നമ്മൾ. അതായത് സ്കൂളിലെ നിന്റെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? ബീന. കൊതുക് വെച്ചിട്ടുണ്ട്. വേറെ ടീച്ചർ ഉണ്ടായിരുന്നു നേരത്തെ, ഹന്ന സിസ്റ്റർ. ഹന്ന സിസ്റ്ററിന് ഒരു എന്താ പറയാ, ഒരു സമ്മാനം കിട്ടി, ഒരു അവാർഡ്. എന്താണെന്നറിയോ? ആ ലോഗോ, ഏറ്റവും ബെസ്റ്റ് ലോഗോ ഹന്ന സിസ്റ്ററിന്റെ ആയിരുന്നു. കൃഷ്ണയോ? അതാരാടാ? എനിക്കറിയില്ല. ആണോ? കൃഷ്ണ കൊറേ പഠിച്ചു. എന്നെ പഠിപ്പിച്ചേ? പിന്നെന്താ പഠിക്കാനാ? എല്ലാ പടവും അറിയാം, പടത്തിനകത്ത് പാട്ടും അറിയാം. സ്കൂളിൽ പഠിപ്പിച്ച മാത്രം ഓർമ്മയില്ല.
ആരോ ബട്ടനോ? ആ ഓ, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ടീച്ചറാണോ? ആ മേടുക്കി. ആരോ ബട്ടനോ? ആ പിന്നെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചോ? പിടിച്ചില്ല. 6 ബട്ടൺ ആ, ആരോ ബട്ടന്. 2 പിടിച്ചു. ആ, പിന്നെ 1 ബിരിയാ പിടിച്ചു. മരിയയും പിടിച്ചോ? മിടുക്കി. മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഏറ്റവും അടുത്ത കൂട്ടുകാരി? അബേര് സംഗീത. അവനികയും? അവനിക നമ്മുടെ തക്കുടുമല്ലേ? അബേരിക അവനികയും സംഗീതയും സംഗീതയും അബേരും പിന്നെ എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. എന്നാ ജസീന്ത ഉണ്ടോ? ആ ഉണ്ട്. അവള് ഗുഡ് ഗേളാ? അത് കാണാ. നാണമാണോ? ജാനകി ഭാഗ്യയുള്ളൂ. ജാനകി ബാഡ് ഗേൾ അല്ല. പണ്ട് തൊട്ടേ പറയും ജാനുട്ടി ബാഡ് ഗേൾ ആന്ന്. പൊടി കള്ളി. ജാനുട്ടി ഗുഡ് ഗേൾ. ജാനകി ജോണി ബട്ട്ലർ. ജോണിക്കോ? ഒന്നോ ആര്? ശിവാന്തോ സ്റ്റാർ വന്നില്ലേ? സർമ്മമാർ വന്നില്ല. ഉറക്കാം നമുക്ക്. ഒരു അരമണിക്കൂർ ഉറങ്ങുമ്പോൾ ശാമ്പു നാരായണിക്കൂട്ടം വരും. അവള് വെറുതെ ഇരിക്കുവാണെങ്കിൽ ഇരുന്നോണം. പക്ഷെ TV വെക്കണമെന്നൊന്നും എന്നോട് പറയരുത്, ഞാൻ വെക്കില്ല കേട്ടല്ലോ. ആ, ക്രോണിക് ബാച്ചലർ മമ്മൂക്കയുടെ പടം. ഓക്കെ, പോവേണേ. കല്ലല്ല മോനെ വരുന്നേ. ചുണ്ടത്ത് ചെത്തിപ്പോ ചെണ്ട. അയ്യോ, നീ എന്നെ കൂടെ തെറ്റിക്കുമല്ലോ. ചെണ്ട് വിരിഞ്ഞു, അങ്ങനെയാണോ തോന്നുന്നു. ആ, അങ്ങനെ തന്നെ. SSF. ആ, ചെണ്ടായിരിക്കും വിരിഞ്ഞത്. താലി വിഴുങ്ങി. താലി വിഴുങ്ങിയോ? താലി വിരിഞ്ഞു. ഓ എന്റെ പൊന്നെ. ആ, എന്തേലൊക്കെ ആയിക്കോട്ടെ എന്റെ പൊന്നു. എനിക്കറിയത്തില്ല പാട്ടൊന്നും. ഈ വെച്ച ഉള്ള പല്ലുകൂടം പോയല്ലേ? പല്ലിന് ക്യാപ്പ് ഇടണോന്ന് പറഞ്ഞു. അതൊക്കെ എങ്ങനെ നടക്കും? വേറെ പട്ടന്റെ വിണ്ണിലെ പൊയ്കയിൽ. എന്നാ കിട്ടിയ? ചന്ദ്രമണി. ഓ, ആ പടത്തിൽ അത് ആലോചിക്കുമല്ലോ ഇത്ര നേരവും. പ്രജ. ദൈവമേ, പ്രജ. പിന്നെന്നാ? അത് പ്രജയല്ല. അത് പ്രജയല്ല, അത് ശ്രദ്ധ. പ്രജയ്ക്കകത്തല്ലേ ഇപ്പൊ ചന്ദനമണി പറഞ്ഞത്. അത് കള്ളിച്ചട്ടമ്പി. പള്ളിച്ചട്ടമ്പി. കള്ളിച്ചട്ടമ്പി അല്ല, പള്ളിച്ചട്ടമ്പി. കാട്ടുചെമ്പകം പൂത്തോട്ടേന്നോ? മോനെ ഒരു പാട്ട് ഇന്നാള് പാടിയില്ലായിരുന്നോ? പൊന്നിൽ കുളിച്ചു നിന്നെന്നാ അങ്ങനെ ഒരു പാട്ടില്ലായിരുന്നു? എന്ത് വരുന്നത്? അതായിരുന്നു സല്ലാപത്തിനകത്തൊരു പാട്ട് പാടിയില്ല. എന്തുവായിരുന്നു? അതതിനത്തെ പാട്ടല്ല. ആ, വള ഉറക്കമെന്തേ അങ്ങനല്ലേ? ഒരടുത്തത് ജോണി ജൂണി എസ് പപ്പ നോ പപ്പ. ജോണി ജോണി എസ് പപ്പ ഈറ്റിംഗ് ഷുഗർ നോ പപ്പ. കേട്ടോ, വിഷയം മാറ്റുക. ആശാനെ കാണട്ടെ. ആശാനെ കണ്ടിട്ടല്ല. അയ്യോ, അർത്തുങ്കൽ പള്ളിയിൽ ചെന്നിട്ട് ഈശോനെ കണ്ടിട്ട് ഓശാന പടതാ. ആശാനല്ലത്, ഈശോയാ. ഈശോനെ കണ്ടിട്ട് ഓശാന പടന്ന്. ആശാനെ കണ്ടിട്ട് ആശാനെ കണ്ടിട്ട് ഓശാന പാടാന്ന്.
ആശാനെ കണ്ടിട്ട് അയ്യോ കളിയാക്കിയതല്ല എന്റെ പൊന്നിനെ, പക്ഷെ ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈശോയെ കയറി ആശാൻ വിളിക്കുന്ന ഒരാള് ഈ മാത്രം. കണ്ടിട്ട് ഓശാനെ പാടാം. മോനെ ഈശോയെ കണ്ടിട്ട് ഓശാന പാടാന്ന് ഉദ്ദേശിച്ചേ. അതിൻ്റെ തന്നെ കണ്ടിട്ട് ആശാനെ ഈശോയെ കണ്ടിട്ട് ഓശാന പാടാം. അതിൻ്റെ പല്ല് തിന്നിട്ട് ഈശോയെ കണ്ടിട്ട് ഓശാനെ പാടാം. ആ മിടുക്കി. അർത്തുങ്കൽ പള്ളിയിൽ ചെന്നിട്ട് വേറെ പട്ടന്റെ ഞാൻ ഒരു ഈശോയുടെ പാട്ട് പഠിക്കേ സ്കൂളില്. മാമതി മഞ്ഞ 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 ഒരു ദാനങ്ങള് തുപ്പല ഒത്തിക്കല്ലേ. സ്കൂളിൽ ഒരു ഈശോയുടെ പാട്ട് പഠിക്കേ, സ്കൂളിൽ പാടുന്നേ പ്രയർ സോങ് ഒന്ന് പാടിക്കേ. പ്രയർ ഇല്ലേ, പ്രയർ സ്കൂളിലെ പ്രാർത്ഥന. പിന്നെ ABCD ആണോ പ്രയർ സോങ്? സ്കൂളിലെ ഈശോയുടെ ഒരു പാട്ട് പഠിക്കേ. ഇന്നാള് പാടിയല്ലോ. ഞാൻ പാടാം മേടാ. പൂവിലിറങ്ങും പാട്ട് മതി മതി ആണോ മതിയോ മതിയോ? ആരാടി? ഏതൊരു വെച്ച് എന്നാ എന്നാ കാര്യം എന്നാ? എന്താ കാര്യം? എന്താ നിന്നെ ചിരിക്കുന്ന എന്നത്തിനാ? ഇല്ല. അതെ ഞായറാഴ്ച വന്നിട്ട് തീ വെച്ചാലോന്ന് വെച്ചതാ. അങ്ങനെ ഞാൻ പലത്തും പറയും, പക്ഷെ വെച്ചു പറഞ്ഞ പോലെ ചെയ്യണമല്ലോ. അമ്മേ ഓക്കെ. ഞായറാഴ്ച വന്നില്ല, അപ്പൊ തീ വെക്കാൻ വെച്ചു. ഒന്നര വെപ്പം കഴിഞ്ഞു. ഞാൻ മുണ്ടക്കാൻ വരെ പോയിട്ട് വരാവേ. എടുക്കേണ്ട സാധനം നാരായണി എടുക്കാതെ വന്നുകൊണ്ട് ഞാനിപ്പോ പോകേണ്ടിരുന്നു. അല്ലാതെ അമ്മയ്ക്ക് ബാങ്കിൽ പോകണ്ട. ബാങ്കിലോ? ഇത് 5-6 മണിക്കാ. അല്ല എന്തോ സാമാനം മേടിക്കാൻ പോണോ? മേടിക്കാനല്ല, കുടുംബശ്രീ പോയി കൊടുക്കാൻ വേണ്ടിയാ. കുടുംബശ്രീ ചേച്ചിയുടെ തേപ്പിക്കാൻ ഞാൻ പോകണേ. ഇത് പിടിച്ചേ, കാലൊന്നും കേട്ടെ എന്നെ. അല്ല അമ്മേനെ എടുക്കാനല്ല, പിറന്നാളായിട്ട് എന്നെ കാണാൻ സുന്ദരിയാണ്. അത് നാളെ അല്ലേ? അല്ല ഇന്ന. നാളെയാണ് എന്റെ പിറന്നാൾ. ഇന്ന അവളെ ശ്രദ്ധിച്ചോണം. ഇത് കുളിച്ചിട്ട് വിളക്കത്തിക്ക്. ഇവിടെ ശ്രദ്ധിച്ചോണേ. എന്തൊക്കെയാ താഴെ വീഴുന്നു. ഇപ്പം അങ്ങോട്ട് ഓടിച്ച് വിട്ടതേ ഉള്ളൂ. കണ്ടോ, പറഞ്ഞാൽ കേൾക്കത്തില്ലാത്ത ഒരു.
ആ സാധനം അമ്മാരവിടെ ഉണ്ടാക്കുന്നതാണ് അവിടെ അസംബ്ലി ചെയ്യുന്നത്. ആ നല്ല വെള്ളമാണല്ലോ. സൂപ്പർ ക്ലൈമറ്റ്. അതാ ആ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പോരുക, നീ വന്ന് എടുത്തോണ്ട് വരും. എനിക്ക് പറ്റുന്നില്ല. ഇന്നലെ മേടിച്ച് വെച്ച സാധനം വെച്ചോണ്ടില്ല. അതില്ല നടക്കും, ചുമ്മാ നടക്കും. ഇല്ല ഇല്ല ഒരു ദിവസം ഒന്ന് നേരത്തെ കയറി പോയേക്കാന്ന് വെച്ചത് പെട്ടെന്ന് വരുമ്പം കുറിച്ച് അവിടെ വന്നിട്ട് ഇവിടെ നിന്നില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ. ഇന്ന് ആ ദേവി ആ വഴി കൊണ്ട് വിട്ടുകൊണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി കൊണ്ട് വിട്ടുകൊണ്ട് പെട്ടെന്ന് വണ്ടിയും കിട്ടിയോണ്ട് ഇച്ചിരി നേരത്തെ വന്നതാണ്. അന്നേരം അവൾക്ക് ഞാൻ ഇവിടെ നിൽക്കാം.
സുമേഷ് യാ സുമേഷ്. മടുത്ത് ആരുമില്ല. ഇല്ല ഇല്ലെന്നേ, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് മുണ്ടക്കത്തോട്ട്. ഇപ്പം ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. കഴിക്കാന്നില്ലേ? കഴിക്കാൻ ചോറല്ലേ കണ്ടോ? ആരോ ജയ്ക്ക് ഒരു കേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. 1-2 ബിരിയാണി. ഇതാരാന്ന് അറിയത്തില്ല. ഞാൻ അവിടുത്തെ ഒരു കടയിൽ ഇന്നലെ കവറ് മറന്നു വെച്ച്, നമ്മൾ സ്ഥിരം കയറുന്ന പലചരക്കടയിൽ. എന്നിട്ട് ചേട്ടാ ചോദിച്ചോ പറഞ്ഞു അവിടെ ഇല്ലെന്ന്. ഞാൻ എന്നെ കണ്ടപ്പോഴേ അതേണ്ട് ഇരിപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് എടുത്തു. എന്ത് ചെയ്യാം, ഞാനിപ്പം അവിടം വരെ നടക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി ഓരോരുത്തരും ഓരോ കവറുകളുമൊക്കെ മറന്നു നോക്കുമല്ലോ, അപ്പോഴേക്കും ഞാനും ഇങ്ങനെയൊക്കെ പെരുമാറാം അല്ലേ. നല്ലൊരു പിറന്നാളായിട്ട് എന്നെ കിട്ടി ഇങ്ങനെ ഓടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു കവർ ടൈറ്റാനല്ലേ ചോദിച്ചു, അതേണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് മറന്നുപോയോന്ന് ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. ഞാൻ അവിടെ ഒരു അമ്മമാരോടെല്ലാം ചോദിച്ചു, അമ്മമാർക്ക് നിർത്തി. അവന്മാരില്ലല്ലോ ചോദിക്കുന്നത്, അവിടെ ഇരിക്കുന്നവരോടല്ലോ ചോദിക്കണ്ടേ. അവരല്ലേ എടുത്ത് മാറ്റി വെച്ചേ, അമ്മമാരുണ്ടോ? ആരുടെ കിടന്ന വേളം വെക്കുന്ന അവിടെ എൻ്റെ ബർത്ത്ഡേക്ക് ആരാന്നറിയത്തില്ല ഒരു കേക്ക് തന്നിട്ടുണ്ട്. വൃത്തമില്ല, അതൊന്നും കുഴപ്പമില്ല. ജയമ്മേന്ന് വിളിച്ച നാരായണിയാണ് ഞാൻ ആദ്യം കൊടുത്തു. എന്നെ ജയമ്മേന്ന് വിളിക്കുന്ന ചേട്ടായാണെന്ന് വിചാരിച്ചു, അല്ലെന്ന് പറയുന്നു. അടുത്തേടി ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങൾ മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ. എന്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷം. ഇതുണ്ടോ ഉമ്മ ഇരുന്നോണ്ടോടി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പാത്രം എടുക്കട്ടെ? വരുന്നില്ലേ? മുറിക്കണ്ടേ? എന്റെ കയ്യെ പിടിക്കേ. എവിടെ മുറിക്കുന്നേ? എനിക്കറിയില്ല. അമ്മേനെ മുറിച്ച് രണ്ടാക്കി ഇങ്ങനല്ലേ? ഒന്നുകൂടെ മുറിച്ചു. പാത്രത്തിലോ? ആ പാത്രത്തിലോ? വായുവൊക്കെ വെക്കണം. വെച്ചേരാവേ. ഇത് ഇച്ചിരി മെൽറ്റായി കാണും. ഇത് രാവിലെ കിട്ടിയ സാധനമാണ്. രാവിലെ ഒരു 10 മണി 11 മണി ഞങ്ങളുടെ സാധനം കിട്ടിയൂടെ? ആണല്ലേ? ഇവിടെ എടുക്കുന്നേ പൊക്ക്. എനിക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കുക. ഞാൻ പറയല്ല പ്രാവശ്യം തീരുന്ന എന്റെ പിറന്നാളാന്ന് പറഞ്ഞു. ആരാണ്ട് പാത്രത്തിൽ
തരാം. ആ പാത്രമല്ല, മറ്റേ പാത്രം എടുക്ക്. ഇത് മതി. നിർത്തി വെച്ചാടി. നിർത്തി വെച്ചങ്ങനെ നിർത്തിക്കത്. എത്ര ദിവസമായിട്ട് കണ്ടിട്ട് അമ്മ കണ്ട ഈ ലൈറ്റ് ഈ ട്യൂബിനിടാത്തെ ട്യൂബൊന്നുണ്ട് അല്ലാതെ കണ്ടോ? എനിക്കിപ്പോ ട്യൂബിലാണ് നല്ല വട്ടമുണ്ട്. പിന്നെ അയ്യോ ഇത് പോയി. എന്നാ ബർത്ത്ഡേ ഇങ്ങനെ കണ്ടിച്ചോ കണ്ടിക്കാതെയോ. മൂൺ നിങ്ങൾ സ്പൂണില്ല, എടുത്തോണ്ട് വരാം. സ്പൂൺ എടുത്തോണ്ട് നാരണി.